ഈ കഥ ഞങ്ങൾ മെനക്കെട്ടിരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലുമായി ഇതിലെ ഏതെങ്കിലും കഥാപാത്രത്തിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പാഠം 34. 10 രൂപ പോയാൽ പോട്ടെ. വില്ലേജ് ഓഫീസിന്റെ മുമ്പ് വന്ന് എന്നോട് ലോട്ടറി എടുക്കാൻ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു രാമൻകുട്ടി? സർക്കാർ ലോട്ടറി വിൽക്കുന്നവൻ മോശക്കാരനാണെങ്കിൽ സർക്കാർ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറും മോശക്കാരൻ തന്നെയാ. ഈ ലോട്ടറി നടത്തി ഉണ്ടാക്കുന്ന ലാഭം കൊണ്ടാണ് സർക്കാർ മോഹനകൃഷ്ണന് ശമ്പളം തരുന്നത്. ആ ശമ്പളം കൈനീട്ടി വാങ്ങാം. ലോട്ടറി വിൽക്കുന്നത് മോശം. മോഹനകൃഷ്ണൻ ആദ്യമായിട്ടും അവസാനമായിട്ട് എടുക്കുന്ന ലോട്ടറി അത്. ഓക്കോ എടേ സത്യവാമേ, എന്റെ അനിയന്റെ പുതിയ കടയിൽ ഒരു പുതിയ LED TV വന്നിരിക്കുന്നു. ഒരെണ്ണം വാങ്ങിക്കടാ. വീട്ടിൽ TV ഉണ്ട് സാർ. എടാ ഇത് അതുപോലത്തെ TV ഒന്നുമല്ല, നല്ല അൾട്രാ മോഡേൺ കിടിലം ഉഗ്രൻ TV, LED 3D TV. സാധനം മാർക്കറ്റിൽ ആദ്യമായിട്ട് വന്നതുകൊണ്ട് ആളുകൾക്ക് വലിയ പിടിയൊന്നുമില്ല. അതുകൊണ്ട് എന്റെ പൊന്നനിയ എന്റെ അടുത്ത് പറഞ്ഞ് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്യാൻവാസ് ചെയ്ത് കൊടുക്കാൻ. അതുകൊണ്ട് ചോദിച്ചാ. സാറിന് എങ്ങനെയാ കമ്മീഷനാ? എന്നെ കുറിച്ച് നീ അങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ സ്വന്തം അനിയനിൽ നിന്ന് കമ്മീഷൻ വാങ്ങിക്കൂടെ ഞാൻ? സ്വന്തം അപ്പനോട് വക്കീൽ ഫീസ് മേടിച്ച വക്കീലിനെ എനിക്കറിയാം. അതിന് തെറ്റ് പറയാൻ പറ്റില്ല. കേസ് വായിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടണം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രൊഫഷൻ. കച്ചവടം പിടിച്ചു കൊടുത്താൽ കമ്മീഷനും അല്ലേ? എടേ സത്യഭാമ, നീ അതിൽ പിടിച്ച് തൂങ്ങി തർക്കത്തിന് നിൽക്കാതെ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഒരു LED TV എടുക്കണ ഇല്ലയാ? നല്ല പുതിയ എന്റെ ഹരി സാറേ, വീട്ടിലുള്ള ഒരു TV വാങ്ങാൻ ഞാൻ പെട്ട പാടെന്താതെ എനിക്ക് അറിഞ്ഞത്. രാവിലെ വരുത്തുന്ന പത്രമൊഴിച്ച് ബാക്കിയെല്ലാം മോഹനേട്ടന്റെ കണ്ണിൽ ദൂർത്താണ്. ആ മോഹനേട്ടന്റെ അടുത്ത് ഞാൻ ചെന്ന് LED വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ സാറിന് ഒരു കേസ് കൂടി കിട്ടും. മോഹനേട്ടന്റെ ഡൈവോഴ്സ് കേസ്. എന്റെ ഭാഗം ഞാൻ തന്നെ വാദിക്കേണ്ടി വരും. അത്രയ്ക്ക് പിശുക്കനാണ് ഈ മോനസ്മൈ. കണ്ടാ പറയൂലോ കേട്ടാ, കണ്ണാടിയൊക്കെ വെച്ച് മുണ്ട കൊടുത്ത് തേച്ച് പിടിച്ച് മുണ്ട കൊടുത്ത് വന്നു കഴിഞ്ഞാൽ കണ്ടാൽ അസൻ മാന്യ. മാന്യതയ്ക്ക് കുറവൊന്നുമില്ല, പക്ഷേ പിശുക്കിനും ഒട്ടും കുറവില്ല. പിശുക്ക് കണ്ടുപിടിച്ചതേ മോഹനേട്ടനാണോന്നാണ് എന്റെ സംശയം. എന്റെയും. വല്ല കാര്യം ഉണ്ടായിരുന്നു. 100 രൂപ പോയി. നീ എന്ത് ചെയ്യും? സകല പ്ലാനിങ് തെറ്റി. എവിടെ കൊണ്ട് മോനേഷ് സാറേ, ഞാനറിഞ്ഞ സാർ വരുന്നില്ലേ? 4:30 ആയുള്ളൂ. അരമണിക്കൂടെ കഴിയട്ടെ. ആ അരമണിക്കൂർ കൊണ്ട് സാറ് മല പറിക്കാൻ പോവല്ലേ? ഇതൊക്കെ മതി സാറേ. വാ. ശിശുപാല ഒന്നിക്കൂ. അതായത് രാവിലെ മറ്റേ രാമൻകുട്ടിയോട് ശിശുപാലൻ ലോട്ടറി ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷെ അവൻ തന്നില്ലല്ലോ. കഴിഞ്ഞ തവണ ലോട്ടറി എടുത്ത കാശ് കൊടുക്കാത്തോണ്ട് അവൻ തരാത്ത. എന്നാലും ശിശുപാലൻ ലോട്ടറി എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം ചെയ്യും. ഈ ശിശുപാലൻ ഈ ലോട്ടറി ലഭിച്ചു. അപ്പൊ സാറിന് വേണ്ടേ? അല്ല ശിശുപാല, ഞാൻ ഈ ലോട്ടറിക്കൊക്കെ എതിരാണല്ലോ. അതെ സംഭവം ചൂതാട്ടാണോ? ഈ രാമൻകുട്ടിയെ പോലൊരു വികലാങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് ഈ ലോട്ടറി എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ശിശുപാലൻ ഈ ലോട്ടറി കൈവച്ചോളൂ. വെച്ചോ. എന്നിട്ടൊരു 100 രൂപയ്ക്ക് ഇന്ന് പൈസ വേണ്ട, നാളെ തന്നാലും മതി. അപ്പൊ അതാണ് കാര്യം. സാറിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ആ 100 രൂപ പോയതിന്റെ വിഷമത്തിലാണ്. കാശ് മുടക്കി ലോട്ടറി എടുക്കുന്ന പതിവ് എനിക്കില്ല. ഇതേ സാറിന്റെ കൈ തന്നെ ഇരുന്നോട്ടെ. ദൈവമേ, പിശുക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പിശുക്കുണ്ടാ? 8 മമ്മൂഞ്ഞ് തന്നെ. ഈ പണ്ടാരം. എന്തോ 5:30 വരാറുള്ള ആൾക്ക് ഇന്നെന്ത് പറ്റി? എവിടെ പോയാവൂ?
ഒരു നമ്പർ ഇട്ട് നോക്കിയാലോ? ആ, രാമൻകുട്ടി ലോട്ടറിയൊക്കെ വിറ്റ് തീർന്നോ? ഉച്ചയായപ്പോഴത്തേക്കും തീർന്നു സാറേ. കേരള ലോട്ടറി അല്ലേ, ചൂടപ്പം പോലെ വിറ്റ് തീർന്നു. ഓ, അപ്പോ ഇനി വിൽക്കാൻ രാമൻകുട്ടിക്ക് ലോട്ടറി ഇല്ല. അതെന്താ സാറേ, കേരള സർക്കാർ ലോട്ടറി നിർത്തിയോ? സാറേ, ലോട്ടറിയും വിദേശമദ്യവും നിർത്തിയ സർക്കാരുണ്ടോ? അതല്ല, ഇന്ന് വിൽക്കാൻ ഇനി ലോട്ടറി ഇല്ല. നാളെ രാവിലെ ഞാൻ പുതിയ സ്റ്റോക്ക് എടുക്കും. ഇത് സമ്മതിച്ചു. ഇന്ന് വിൽക്കാൻ ലോട്ടറി ഇല്ല. അതായത് ഇന്നൊരു ദിവസം രാമൻകുട്ടി തൊഴിൽ രഹിതനാണ്. തൊഴിൽ ചെയ്ത് തീർത്തല്ലേ? ആ, അങ്ങനെ പറയരുത്. ഇപ്പൊ ഒരാൾ വന്ന് രാമൻകുട്ടിയോട് ചോദിക്കുകയാണ്, രാമൻകുട്ടി ഒരു ദീപാവലി ബമ്പർ തരുമോ എന്ന്. രാമൻകുട്ടി എന്ത് ചെയ്യും? ഇല്ലെന്ന് പറയും. ആ, അങ്ങനെ പറയരുത്. രാമൻകുട്ടി ഒരു ബിസിനസ് നടത്തുമ്പോ ഒരു കസ്റ്റമറോടും ഒരു കാര്യവും ഇല്ല എന്ന് പറയരുത്. ബിസിനസിനെ ബാധിക്കും. സാർ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് രാമൻകുട്ടി എനിക്ക് രാവിലെ തന്ന ലോട്ടറി ഞാൻ തിരിച്ചു തരാം. അത് വേറെ ആർക്കെങ്കിലും വിറ്റുള്ളൂ. ഞാനത് 100 രൂപയ്ക്കല്ലേ വാങ്ങിയത്. പക്ഷെ രാമൻകുട്ടി എനിക്ക് 95 രൂപ തന്നാ മതി. 5 രൂപ രാമൻകുട്ടിക്ക് ലാഭം. എന്താ, ന്യായമായൊരു കാര്യമല്ലേ ഞാൻ പറഞ്ഞത്? കഷ്ടം. പിശുക്കുള്ളവരെ കണ്ടിട്ടുണ്ട്, പക്ഷേ പിശുക്ക് മൂത്ത് ഭ്രാന്തായി പോയ ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇങ്ങനെയുണ്ടോ ആൾക്കാര്? ഈ പണ്ടാര എന്നെ കൊണ്ടേ പോവും. ഇതാര തലയിൽ അടിച്ചേൽപ്പിക്കും ഞാൻ. സമയം എത്ര ആയല്ലോ? സാറിത് ഇവിടെ പോയി കിടക്കുക. ഒന്ന് വിളിച്ചു നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണും കയ്യിലില്ല. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പോയതായിരിക്കും. ഇതിപ്പോ ആരെ തല അടിച്ചു വെക്കിനെ? എത്രയുണ്ട് ഉത്തമ? സാറേ ഇപ്പൊ 8000 ഉണ്ട്. ബാക്കി പിന്നെ മതി സാർ, ഞാൻ വിളിക്കാം. ശരി. 100 രൂപ മുതലാക്കാൻ വേണ്ടി ഇപ്പൊ എന്താ ചെയ്യുന്നത്? തേടിയ ഉത്തമ മുന്നിൽ തന്നെ. മോനൂർ സാർ ഒന്നും താമസിച്ചേ? മണി 5:45 സാറേ, എന്ത് പറ്റി? അല്ല, ഒരു ചെറിയ അബദ്ധം പറ്റി ഉത്തമ. എല്ലാവരും നിർബന്ധിച്ചപ്പോ ചെയ്തു പോയതാ. എന്താ സംഭവം? പിന്നെ ഒന്നുമില്ല, വെറുതെ. ഉത്തമനെങ്ങോട്ടാ? എനിക്ക് ആ ഇലക്ട്രിസിറ്റി ബോർഡിലെ സാധാരണ തന്നെ ഒന്ന് കാണണം. ഒരു വീട് സ്ഥലവും വേണമെന്ന് കുറെ കാലമായിട്ട് പറയുക. ഇന്ന് ഒരെണ്ണം ഒത്തിട്ടുണ്ട്. കയ്യോടെ വിളിച്ചോട്ട് പോയി കാണിച്ച് കച്ചവടം അങ്ങ് നടത്തി കളയാം. പിന്നെ ഉത്തമൻ ലോട്ടറി എടുക്കാനോ? അതെന്താണ് സാറേ പതിവില്ലാത്തൊരു ചോദ്യം? അല്ല, വെറുതെ എന്നറിയാൻ. ലോട്ടറി എടുക്കാറുണ്ടോ ഇല്ലേ? ചിലപ്പോഴൊക്കെ എടുക്കും. ലോട്ടറി അടിച്ച് കാശുകാരനാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. ഈ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരാണല്ലോ ലോട്ടറി കൊണ്ട് നടക്കുന്നത്. അവർക്കൊരു സഹായമാവട്ടെ എന്ന് കരുതി എടുക്കും. ദീപാവലി മെമ്പർ എടുത്തോ? പിന്നെ 1 അല്ല 3 എടുത്തു. ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു 10 വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യെ എന്നോട് ഒന്ന് ചോദിച്ചു ഒരു ലോട്ടറി എടുക്കാമെന്ന്. ആ പാവത്തിന്റെ അവസ്ഥ കണ്ടപ്പോ സങ്കടം വന്നു. അങ്ങനെ ഒരു ലോട്ടറി എടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു കൈയില്ലാത്ത മനുഷ്യൻ വേറെ എന്ത് ജോലി എടുത്ത് ജീവിക്കാൻ? ഒട്ടും താമസിച്ചില്ല, ഒരു 100 രൂപ എടുത്തു, ഒരെണ്ണം ഇങ്ങെടുത്തു. പിന്നെ ഇന്ന് രാവിലെ വയസ്സായ ഒരു അമ്മച്ചി, മക്കളെ ഈ ലോട്ടറി വിറ്റാലേ എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ എന്തേലും കാശ് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമതൊന്നും ആലോചിച്ചില്ല, 3ാമത്തെ ലോട്ടറി എടുത്തു. ഒരു ലോട്ടറി എടുക്കാൻ താല്പര്യമുണ്ടോ? 3 ലോട്ടറി കൂടുതൽ എന്തൊന്നും എടുക്കാൻ? അത് അടിക്കണമെങ്കിൽ അടിച്ചാൽ സാറേ. ശരി. അല്ല സാറേ, ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാര്യം തോന്നുന്നു. സാർ ലോട്ടറി കച്ചവടം വല്ലതും തുടങ്ങിയ? എനിക്ക് വേറെ കൊള്ളാവുന്ന ജോലിയുണ്ട്. അപ്പൊ ഉത്തമം വയ്ക്കോ. വേറെ ആരെങ്കിലും കിട്ടും നോക്കട്ടെ. വേറെ ആളെ എന്തിനാ സാറേ? അല്ല, വീട്ടിലേക്ക് ഒരാളെ വേണമെന്ന് ഉത്തമന്റെ അടുത്ത് പറയാൻ വേണ്ടിട്ട് നിന്നപ്പോഴാണ് പാമ എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇയാൾക്ക് തോന്നുന്നു ഭ്രാന്താ. Can you